സ്വന്തമായി വീടില്ലാത്ത ഒരു പാവം മനുഷ്യൻ രാജാവിനെ സമീപിച്ച് ആവലാതി ബോധിപ്പിച്ച ഒരു കഥയുണ്ട്. രാജാവ് ഏറെ ഉദാരനായിരുന്നു. അയാളോട് രാജാവ് പറഞ്ഞു, നീ നാളെ കാലത്ത് കൊട്ടാരത്തിലേക്ക് വരൂ. എന്നിട്ട് എത്ര ദൂരം നിനക്ക് നടന്നു തീർക്കാൻ കഴിയുമോ അത്രയും ഭൂമി നീ അളന്നെടുത്തോളൂ. അവിടെ നല്ലൊരു വീട് വെച്ചോളൂ. ആ പാവ മനുഷ്യൻ ഏറെ പ്രതീക്ഷയോടെ നേരത്തെ തന്നെ കൊട്ടാരത്തിലെത്തി നടത്തം ആരംഭിച്ചു. നടന്ന് കുറേ മുന്നോട്ട് പോയപ്പോൾ അയാൾക്ക് ക്ഷീണം തോന്നി. പക്ഷേ തനിക്ക് ലഭിക്കാൻ പോകുന്ന ഭൂമിയെക്കുറിച്ച് ഓർത്ത് അയാൾ വിശ്രമിച്ചില്ല. ദാഹിച്ചു. വെള്ളം കുടിക്കാതെ അയാൾ പിന്നെയും ഓടിക്കൊണ്ടേയിരുന്നു. ഓടി ഓടി വൈകുന്നേരമാകുമ്പോൾ അയാൾ വല്ലാതെ ക്ഷീണിച്ച് അവശനായിട്ട് വഴിയിൽ വീണ് മരിച്ചു പോയത്രേ. മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിൻ്റെ പരിണതി എന്തായിരിക്കും എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്. ഭൗതിക വിഭവങ്ങളോടുള്ള അമിതമായ ആസക്തിയും അത്യാഗ്രഹവും കാരണം അതിൻ്റെ പിന്നാലെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മളും എവിടെയോ കുഴഞ്ഞു വീണ് ഇല്ലാതെയായി പോവുക തന്നെ ചെയ്യും. എന്നാൽ എന്ത് സുഹൃതമാണ്, എന്ത് നന്മയാണ് നാം നേടിയെടുത്തത് എന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. അതുകൊണ്ട് തന്നെ ലഭിച്ച സമയം നന്മയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. ഭൗതിക വിഭവങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയുള്ള അത്യാർത്തി പലപ്പോഴും അപകടത്തിലാക്കാണ് മനുഷ്യനെ നയിക്കുന്നത് എന്ന വലിയ പാഠമാണ് ഈ കഥ നമുക്ക് നൽകുന്നത്.